നമ്മളിന്ന് ഓപ്പറ എക്സാമിനുള്ള അനദർ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ഫസ്റ്റ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ പറയുമ്പോൾ നമുക്ക് ഗ്രേഡ്സ് നോക്കണം. എന്തൊക്കെയാണ് ഗ്രേഡ്സ് ഓഫ് ADR? അതാണ് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് ലീതൽ. ലീതൽ മീൻസ് ഡെത്ത്. മൈൽഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു ആന്റിഡോട്ട് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ഡേയ്സ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ കൊണ്ട് നമുക്ക് മാറാവുന്ന ഒരു ADR ആണ് മൈൽഡ് ആയിട്ട് വരുന്നത്. മോഡറേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡ്രഗ് ചേഞ്ച് തന്നെ വേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ആ കൊടുത്തൊരു ഡ്രഗ് ചേഞ്ച് ചെയ്ത് പിന്നെ ഹോസ്പിറ്റലൈസേഷനും വേണ്ടി വരും. സിവിയർ എന്ന് പറഞ്ഞാൽ അത് പൊട്ടൻഷ്യലി ലൈഫ് ത്രെട്ടനിങ് ആയിരിക്കും. അത് ഒരു പെർമനന്റ് ഡാമേജ് ഉണ്ടാക്കാം. മേ ബി ഒരു ഓർഗൻ ഡാമേജ് പെർമനന്റ്ലി ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ അത് ഇറ്റ് ക്യാൻ ലീഡ്സ് ടു prolonged hospitalization. And last one is lethal. Lethal എന്ന് പറഞ്ഞാൽ it will directly or indirectly leads to death. Okay, directly അല്ലെങ്കിൽ ആ ഒരു ADR കാരണം ഡെത്ത് മോർട്ടാലിറ്റി സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ലീതൽ എന്ന് പറയുന്നത്. സോ ഇനി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഡൗട്ട് വരും, എന്താണ് ADR? നമ്മളിപ്പോൾ ഗ്രേഡ്സ് പറഞ്ഞു, അതിന് മുന്നേ എന്താണ് ADR? ADR എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗ് റെസ്പോൺസ് ഓഫ് എ ഡ്രഗ് ആണ് നമ്മൾ ADR എന്ന് പറയുന്നത്. അതായത് ഒരു നോർമൽ ഡോസ്, ഒരു മനുഷ്യന് വേണ്ട നോർമൽ ഡോസിൽ, അത് പ്രോഫിലാക്സിന്റെ ആണെങ്കിലും ഡയഗ്നോസിന്റെ ആണെങ്കിലും തെറാപ്പിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു നോർമൽ ഡോസിൽ ആ ഡ്രഗ് തരുന്ന ഒരു ഫിസിയോളജിക്കൽ റെസ്പോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ റെസ്പോൺസ് ടു എ ഡ്രഗ് വിച്ച് ഈസ് നോഷ്യസ് ആൻഡ് അൺഇൻറ്റൻഡഡ് ആൻഡ് വിച്ച് ഒക്കേഴ്സ് എ ഡോസ് നോർമലി യൂസ്ഡ് ഇൻ മാൻ. സോ നോർമലി നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡോസിൽ തന്നെ നമുക്കൊരു നോഷ്യസും അതേപോലെ വിചാരിക്കാത്തതുമായിട്ടുള്ള എഫക്റ്റ് നമുക്ക് തരുന്നതിനെയാണ് നമ്മൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ ഈ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹാമിനെയാണ് പറയുന്നത്. ഒരു ഡ്രഗ് നോർമൽ ഡോസിൽ ഒരു നോർമൽ യൂസിന് നമ്മൾ ഡ്രഗ് കൊടുക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഹാമിനെയാണ് നമ്മൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ADR ഉണ്ട്. സോ ആൽഫബറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഓഗ്മെന്റഡ്, ബിസയർ, ക്രോണിക്, ഡിലൈഡ്, എൻഡ് ഓഫ് യൂസ്, ഫെയിലിയർ ഓഫ് തെറാപ്പി. അതായത് ടൈപ്പ് A, ടൈപ്പ് B, ടൈപ്പ് C, ടൈപ്പ് D, ടൈപ്പ് E, ടൈപ്പ് F. അതല്ലാണ്ട് നമുക്ക് എങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാം? ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അതായത് ഡ്രഗ് അലർജി, ദെൻ ഫോട്ടോ സെൻസിറ്റിവിറ്റി, അതായത് സൺബേൺ, മ്യൂട്ടാജെനിസിറ്റി, അതായത് ജീൻ ഓൾട്രേഷൻ. ഓക്കെ, കാർസിനോജെനിസിറ്റി എന്ന് പറഞ്ഞാൽ ക്യാൻസർ കോസിങ്, ടെറാറ്റോജെനിസിറ്റി എന്ന് പറഞ്ഞാൽ ഫീറ്റൽ അബ്നോർമാലിറ്റി, ഇഡിയോസിൻക്രസി എന്ന് പറഞ്ഞാൽ ചില ഡ്രഗ്സിന് ചില ആൾക്കാർക്ക് റിയാക്ഷൻ ഉണ്ടാവും, ഒരു അലർജി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഇഡിയോസിൻക്രസി എന്ന് പറയുന്നത്. അതേപോലെ സൈറ്റോടോക്സിസിറ്റി, അതായത് സെല്ലുലാർ ടോക്സിസിറ്റി. സോ ADR നമുക്ക് ആൽഫബറ്റിക്കലിയും ക്ലാസിഫൈ ചെയ്യാം, അതല്ലാണ്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈപ്പ് എ ആൽഫബറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈപ്പ് എ എന്ന് പറയുന്നത് മെയിൻ ക്യാരക്ടേഴ്സ് ആണ്. അത് ഡോസ് റിലേറ്റഡ് ആയിരിക്കും. ഇറ്റ് ഈസ് ഡോസ് റിലേറ്റഡ് ആൻഡ് അത് നമ്മുടെ ഒരു ഡ്രഗിന്റെ ഫാർമക്കോളജിക്കൽ ആക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതേപോലെ നമുക്കതൊരു പ്രഡിക്റ്റബിൾ ആണ്, ഒരു പ്രഡിക്റ്റബിൾ ഫോം ആണ്. അതിന്റെ മെയിൻ എക്സാമ്പിൾസ് ആണ് നെഫ്രോടോക്സിസിറ്റി കോസ്ഡ് ബൈ അമിനോഗ്ലൈക്കോസൈഡ്സ്. കാരണം ചില അമിനോഗ്ലൈക്കോസൈഡ് ഡ്രഗ്സ് കൊടുക്കുമ്പോൾ നെഫ്രോടോക്സിസിറ്റിയും, അതേപോലെ ആന്റികോളിനർജിക് എഫക്ട്സ് ഓഫ് ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ്. അതേപോലെ അതായത് നമ്മൾ ആന്റികോളിനർജിക് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഡ്രൗസിനെസ്, ഇപ്പൊ ഈ ഒരു ഡയഗ്രാം നോക്കുക. ഈ ഒരു ഡയഗ്രാമിൽ ഇതാണ് ആന്റികോളിനർജിക് എഫക്ട്സ്, അതായത് ഡ്രൈ മൗത്ത്, കോൺസ്റ്റിപ്പേഷൻ, പിന്നെ സ്കിൻ ഫ്ലഷിങ്, ബ്ലർഡ് വിഷൻ. സോ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ആന്റികോളിനർജിക് എഫക്ട്സ്. സോ ഇതും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ അത് ഡോസ് റിലേറ്റഡ് ആവില്ല, അത് അൺകോമൺ ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ ഫാർമക്കോളജിക്കൽ ആക്ഷൻ. അതിന് നമുക്ക് മെയിൻ പറയുന്നതാണ് പെൻസിലിൻ ഇൻഡ്യൂസ്ഡ് അർട്ടിക്കാരിയ. അതായത് പെൻസിലിൻ കാരണം ചില ആൾക്കാർക്ക് അർട്ടിക്കാരിയ, അതായത് ഒരു സ്കിൻ റെഡ്നെസ് പോലൊക്കെ വരും. അതേപോലെ ആന്റി കൺവൾസന്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി സിൻഡ്രോം റിയാക്ഷൻ, അതൊരു ആന്റി കൺവൾസൻസിന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. ഇനിയും ടൈപ്പ് സി എന്ന് പറഞ്ഞാൽ അത് അൺകോമൺ ആണ്. മോസ്റ്റ്ലി അത് ഉണ്ടാവാനുള്ള കാരണം ലോങ് ടേം എക്സ്പോഷർ ഓഫ് ഡ്രഗ് കാരണമാണ് നമുക്ക് ടൈപ്പ് സി ഉണ്ടാവുന്നത്. അത് മോസ്റ്റ്ലി നമുക്കൊരു എക്സാമ്പിൾ പറയുന്നതാണ് നമ്മൾ അഡ്രീനൽ ആക്സിസ് സപ്രഷൻ, കോർട്ടിക്കോസ്റ്റെറോയിഡ് കാരണമുള്ള അഡ്രീനൽ ആക്സിസ് സപ്രഷൻ ആണ് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനിയും ടൈപ്പ് ഡി എന്ന് പറഞ്ഞാൽ പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു എ ഡ്രഗ്, ഒരു ലോങ് ടേം നമുക്കൊരു എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് നമുക്ക് പറയാം ടാർഡി ഡിസ്കൈനേസിയ കോസ്ഡ് ബൈ ആന്റിസൈക്കോട്ടിക് മെഡിക്കേഷൻ. ഈ ടാർഡി ഡിസ്കൈനേസിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇൻവോളണ്ടറി മൂവ്മെന്റ്, നമ്മുടെ ഫേസിനൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മസിൽസിനൊക്കെ ഒരു ഇൻവോളണ്ടറി മൂവ്മെന്റ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ടാർഡി ഡിസ്കൈനേസിയ പറയുന്നത്. അത് ആന്റിസൈക്കോട്ടിക് മെഡിക്കേഷൻസ് കാരണം ഉണ്ടാവും. പിന്നെ ടൈപ്പ് ഇ എന്ന് പറഞ്ഞാൽ ടെർമിനേഷൻ ഓഫ് ട്രീറ്റ്മെന്റ്, അതായത് ടാക്കിഫിലാക്സിസ്, ടെർമിനേഷൻ, അതായത് പെട്ടെന്ന് ഒരു മെഡിസിൻ നിർത്തുമ്പോൾ ഉണ്ടാവുന്ന റിയാക്ഷൻ, അതാണ് ടൈപ്പ് ഇ. ഇനി നമ്മൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ
ദ ടൈപ്സ് ഓഫ് അഡ്വേഴ്സ് റിയാക്ഷൻ ക്യാൻ ബി സ്റ്റഡീഡ് ഇൻ 2 മെയിൻ ഹെഡിങ്സ്. അതായത് നമുക്കൊരു 2 മെയിൻ ഹെഡിങ്ങിൽ നമുക്കൊരു അഡ്വേഴ്സ് റിയാക്ഷൻ പഠിക്കാൻ പറ്റും. മോർ കോമൺ ADR അതാണ് ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി, ആൻഡ് ലെസ് കോമൺ ADR അതാണ് സി, ഡി ആൻഡ് ഇ. ഓക്കെ, മോർ കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് എ ആൻഡ് ബി, അതേപോലെ ലെസ് കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് സി, ഡി ആൻഡ് ഇ. ഓക്കെ, അതിൽ ടൈപ്പ് എ റിയാക്ഷൻ ഹാവ് ബീൻ കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു ഡോസ്. കംപ്ലീറ്റ്ലി ഡോസ് റിലേറ്റഡ് എന്ന് പറയുന്നതാണ് നമ്മൾ ടൈപ്പ് എ എന്ന് പറയുന്നത്. അതിന്റെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെറോട്ടോണിൻ സിൻഡ്രം വിത്ത് SSRI ആൻഡ് സെറോട്ടോണിൻ സിൻഡ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ SSRI കൊടുക്കുമ്പോൾ നമ്മളൊരു ഓവർഡോസിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഫീവർ, അതേപോലെ ക്ലോണസ്, ഡയേരിയ, അതായത് എക്സ്ട്രീം അങ്ങനത്തെ കണ്ടീഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ആന്റികോളിനർജി എഫക്ട് ഓഫ് TCA. ഇനി ടൈപ്പ് ബി എന്ന് പറഞ്ഞാല് നമുക്കൊരു അൺപ്രെഡിക്റ്റബിൾ ആയിരിക്കും. നമുക്കത് ഒരു കറക്റ്റ് പ്രെഡിക്റ്റബിൾ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ആ ഒരു ടൈപ്പ് ബിക്ക് മോർട്ടാലിറ്റി റേറ്റ് ഹൈ ആണ്. ടൈപ്പ് എക്ക് മോർട്ടാലിറ്റി കുറവാണെങ്കിലും ടൈപ്പ് ബിക്ക് മോർട്ടാലിറ്റി റേറ്റ് ഹൈ ആണ്. അതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് പെൻസിലിൻ ഇൻഡ്യൂസ്ഡ് അർട്ടിക്കാരിയ, അക്യൂട്ട് പോർഫൈറിയ, മാലിഗ്നന്റ് ഹൈപ്പർതേർമിയ, സ്യൂഡോ അലർജി. അതായത് പെൻസിലിൻ ഇൻഡ്യൂസ്ഡ് അർട്ടിക്കാരിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പെൻസിലിൻ കൊടുക്കുമ്പോൾ ചിലവർക്ക് ഈ റെഡിഷ് കളറേഷൻ അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ആ ഒരു ഡയഗ്രാം കണ്ടില്ലേ, അതേപോലെ ഒരു റെഡിഷ് കളറേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പെൻസിലിൻ ഇൻഡ്യൂസ്ഡ് അർട്ടിക്കാരിയ എന്ന് പറയുന്നത്. ദെൻ പോർഫൈറിയ എന്ന് പറഞ്ഞാല് അത് പറഞ്ഞ ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. അതൊരു റെയർ മെറ്റബോളിക് ഡിസോർഡർ ആണ്. അത് നമ്മുടെ ഹീം ബയോസിന്തസിസിനെ എഫക്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ സിംറ്റംസ് തരുന്ന ഒരു ഡിസീസ് ആണ് അക്യൂട്ട് പോർഫൈറിയ എന്ന് പറയുന്നത്. പിന്നെ ഹൈപ്പർതേർമിയ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ടെമ്പറേച്ചർ, പിന്നെ സ്യൂഡോ അലർജി. അതായത് കറക്റ്റ് നമുക്ക് ആ ഒരു റീസൺ കാരണമാണ് നമുക്ക് അലർജി എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്കൊരു ഫോൾസ് റിയാക്ഷൻ നമുക്ക് പറയാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് ടൈപ്പ് ബിയിലെ എക്സാമ്പിൾസ് ആയിട്ട് പറയുക. ഇനി ടൈപ്പ് സി എന്ന് പറയുന്നത് അത് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ബീൻ ആട്രിബ്യൂട്ടഡ് ടു ബോത്ത് സീരിയസ് ആൻഡ് കോമൺ എഫക്ട്. ഈ ടൈപ്പ് സിയിൽ നമുക്ക് സീരിയസ് എഫക്റ്റും വരുന്നുണ്ട്, അതേപോലെ കോമൺ എഫക്റ്റും വരുന്നുണ്ട്. ഓക്കെ, ഈ ടൈപ്പ് സി എന്ന് പറഞ്ഞാൽ ഇത് മോസ്റ്റ്ലി റിഗാർഡ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു ഡ്രഗിന്റെ ലോങ് ടേം യൂസ് കാരണം. ഇപ്പൊ നമുക്ക് പറയാം ഒരു അനാൽജസിക് ന്യൂറോപ്പതി അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ്. ഓക്കെ, അതായത് എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രാഡികൈനേസിയ, ടാക്കിക്കാർഡിയ, അതുപോലത്തെ സിംറ്റംസ് വരാനുള്ള ചാൻസ്, നമുക്കൊരു ലോങ് ടേം ഡ്രഗ് യൂസ് കാരണം അതുപോലത്തെ സിംറ്റംസ് വരാനുള്ള ചാൻസ്, ഓവർ ടൈമിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ടൈപ്പ് സി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് പറയാം, എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് നമ്മൾ ആക്സിസ്, അതായത് അഡ്രീനൽ ആക്സിസ് സപ്രഷൻ ബൈ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്. അതായത് നമ്മൾ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് കൊടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ടൈപ്പ് സി റിയാക്ഷൻ. അതായത് ഒരു ലോങ് ടേം ഡ്രഗ് യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ആ പറയുന്ന ഒരു എഫക്റ്റ് അല്ലാണ്ട് ഒരു നെഗറ്റീവ് എഫക്റ്റ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ടൈപ്പ് സി കൊണ്ട് നമുക്ക് അഡ്വേഴ്സ് എഫക്റ്റ് ഉദ്ദേശിക്കുന്നത്. ഇനി ടൈപ്പ് ഡി ആണെങ്കിൽ അതിനെ നമുക്ക് ഡിലൈഡ് ADR എന്ന് പറയാം. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാൽ ഈ ഡിലൈഡ് എന്ന് പറയാൻ കാരണം ഇതൊരു പ്രോലോങ്ഡ് യൂസ്. ഇപ്പൊ അത് നമുക്ക് പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് ടെറാട്ടോജെനിസിറ്റി, അതായത് അമ്മ ഒരു മെഡിസിൻ കഴിച്ചു, കുട്ടിക്ക് ആ ഒരു എഫക്റ്റ് വന്നു. അപ്പൊ അത് കുറേ നാൾ ഒരു ഡ്രഗ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊലോങ്ഡ് എഫക്റ്റിൽ നമുക്കിപ്പോ ഒരു അങ്ങനെ ഒരു എഫക്റ്റ് വരുന്നതിനെയാണ് നമ്മൾ ടൈപ്പ് ഡി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് പറയാം സെക്കൻഡറി ക്യാൻസർ ഉണ്ടാവുന്നത്, അതായത് നമുക്ക് ഒരു ക്യാൻസർ വന്ന് നമ്മൾ അതെല്ലാം മാറി, പക്ഷെ പതിയെ വീണ്ടും അതിന്റെ ഒരു എഫക്റ്റ് എല്ലാം കാരണം അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത കീമോതെറാപ്പീസ് ഒക്കെ കാരണം നമുക്ക് സെക്കൻഡറി ഒരു ക്യാൻസർ സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി ക്യാൻസർ എന്ന് പറയുന്നത്. സോ അതിനെയാണ് നമ്മൾ ടൈപ്പ് ഡി എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഇ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ഡ്രഗ് പെട്ടെന്ന് നിർത്തുമ്പോൾ, ഓക്കെ, നമ്മൾ പെട്ടെന്ന് ഒരു ഡ്രഗ് ടെർമിനേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടൈപ്പ് ഇ, അതായത് നമുക്ക് വിഡ്രോവൽ റിയാക്ഷൻസ് വരില്ലേ, അതിനെയാണ് നമ്മൾ ടൈപ്പ് ഇ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പെട്ടെന്ന് ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ഡ്രഗ് നിർത്തുമ്പോൾ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിയാക്ഷനെയാണ് നമ്മൾ ടൈപ്പ് ഇ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ബ്ലഡ് ബ്ലോക്കർ വിഡ്രോവൽ കോസ് മയോകാർഡിയൽ ഇഷീമിയ. അതായത് നമ്മൾ ഇപ്പൊ ഒരു ഡ്രഗ് കൊടുക്കുകയാണ്, നമ്മളൊരു ഡ്രഗ് കൊടുത്തിട്ട് ഇപ്പൊ ബ്ലഡ് പ്രഷറിനുള്ള ഒരു ഡ്രഗ് കൊടുക്കുകയാണ്, നമ്മൾ പെട്ടെന്ന് നിർത്തുമ്പോൾ അത് ഇഷീമിയ കണ്ടീഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ സീരിയസ് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ നമുക്കിപ്പോ ഒരു BP ഡ്രഗ്സ് കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ എക്സ്ട്രീം എഫക്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്, ബിക്കോസ് നമ്മളത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ദെൻ ടൈപ്പ് എഫ് ഉണ്ട്. ടൈപ്പ് എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ്ലി പറയുന്നത് ഒരു ഫെയിലിയർ ഓഫ് തെറാപ്പി. ഓക്കെ, ഫെയിലിയർ ഓഫ് തെറാപ്പിക്കാണ് നമ്മൾ ടൈപ്പ് എഫ് എന്ന് പറയുന്നത്. അത് മോസ്റ്റ്ലി ഡ്രഗ് ഇന്ററാക്ഷൻസ് കാരണം ഉണ്ടാവുന്നതാണ്. മെയിൻലി നമുക്ക് അതിന് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ. നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ. അതായത് നമ്മളൊരു എൻസൈം ഇൻഡ്യൂസേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ ഉണ്ടായിട്ട് ആ ഒരു പേഴ്സൺ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഓറൽ കോൺട്രാസെപ്റ്റീവ്
കൺട്രാസെപ്റ്റീവ് ഫെയിലിയേഴ്സ് ആണ് നമുക്ക് ടൈപ്പ് എഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ. അതല്ലാണ്ട് നമുക്ക് എറിത്രോപോയിറ്റിൻ ട്രീറ്റ്മെന്റ് ഇൻ അയൺ ഡെഫിഷ്യൻസി അനീമിയ നമ്മൾ പറയുന്ന ഒരു കോമൺ എക്സാമ്പിൾ തന്നെയാണ്. സോ ഇതാണ് ADR. ഓക്കെ, ADR എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഡ്രഗ് അതിന് നോർമൽ യൂസിൽ തന്നെ കൊടുത്താലും നമുക്ക് ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സിനെയാണ് നമ്മൾ ADR എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.